അപ്പോൾ ഇന്ന് സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് അല്ലേ? അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നെഹ്റു ട്രോഫി 2ാം വട്ടവും എനിക്ക് എൻ്റെ തൃശ്ശൂർ നടുലിക്കര എന്ന ഗ്രാമത്തേക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റി അല്ല പിന്നിട്ടിയെ. ഇപ്പോൾ അതേ ട്രോഫി ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതെ, നമ്മുടെ നെഹ്റു ട്രോഫി കയ്യിലുണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെ പരിപാടി നമുക്ക് ഇന്ന് പള്ളിയിൽ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ പള്ളിയിൽ നമുക്ക് ഇങ്ങനെ ചെറിയൊരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നമ്മുടെ ഇടവകയിൽ വാർഡിൻ്റെ ഇടവകയിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബന്ധക്കാരെ വീട്ടിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ കൂട്ടുകാരന്മാർ ബന്ധക്കാർ എല്ലാവർക്കും ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ക്ലബിനോട് വളരെ നന്ദി പറയാനുണ്ട് അല്ലേ, PBCയോട് അല്ലേ? പറഞ്ഞ PBC എന്ന് പറഞ്ഞ അപ്പോൾ ക്ലബിനോട് ക്ലബിലെ ഓരോ പ്ലെയേഴ്സിനോടും സാറന്മാരോടും എല്ലാവരും പറഞ്ഞു ആ ടീമേ വന്ന് അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ട്രോഫി എൻ്റെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റിയത്. എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ വളരെ നന്ദി അല്ലേ. പിന്നെ PBC എന്ന് പറഞ്ഞേ പറയേ തെറ്റല്ലേ? PBC. അപ്പോൾ ബാക്കിയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് എന്തായാലും വരണമായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് എന്തായാലും പള്ളിയിലത്തെ പോയി അതുപോലെ തന്നെ എല്ലാവർക്കും പോയിട്ടുള്ള കുറേ ഫോട്ടോകളും പള്ളിയിലത്തെ ചെറിയൊരു വീഡിയോസാണ് ഇന്ന് വിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചാൽ നന്ദി. അതുപോലെ തന്നെ അടുത്തത് എൻ്റെ ഹാട്രിക്കാണ്, ക്ലബിൻ്റെ ഡബിൾ ഹാട്രിക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയും പ്രയത്നിക്കും. ഇനി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഹാട്രിക്കിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ കടുന്ന പോരാട്ടത്തിലാണ്. 2 ടീമായിട്ട് നല്ല പോരാട്ടത്തിലാണ്. അപ്പം ഞാൻ 2 കളിയും കൂടി ഉള്ളൂ. അപ്പോൾ 2 മാസത്തോളം 3 മാസം ട്രെയിനിങ് നേടിയതാണ്. അങ്ങനെ ഇടവകയുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും നല്ലൊരു കൊടുക്കാം. ഞാൻ മനസ്സിലാക്കുക നെഹ്റു ട്രോഫിയിലുള്ള അതിലുള്ള എഴുത്ത് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ എഴുത്താണ് അല്ലേ? അങ്ങനെ നെഹ്റുവിൻ്റെ സ്വന്തം കൈപ്പടയാണ് ആ ഫലത്തിലെ വെള്ളിയാണ് അല്ലേ? കുറച്ചില് വെള്ളിയാണ്. വെള്ളി കൊണ്ടാണ് നെഹ്റു ട്രോഫി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മൾ കാണാനുള്ള അവസരമാണ്. എല്ലാവർക്കും ഫോട്ടോ എടുക്കാം. നമുക്കൊക്കെ ഫോട്ടോ എടുക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഫോട്ടോ എടുക്കാം. നമ്മൾ വെളിയിൽ പിടിച്ചിരുന്ന പോലെ നമ്മൾ പിടിച്ച് ഫോട്ടോ എടുക്കാവുന്ന കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പൊ ആന്റി നമുക്ക് നേടി തന്നു. ആന്റിനെ ഇടവകയുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഏറ്റവും നല്ലൊരു നേരം നമ്മുടെ ഇടവകയുടെ ആദരമായിട്ട് നമ്മുടെ മൊമെന്റോ നമ്മുടെ ആന്റിയിൽ നമുക്ക് കൈമാറുന്നു. കൈക്കാരന്മാരെ ഇത് കൈമാറുന്നു. അങ്ങനെ പള്ളിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ ചേട്ടന്മാരും അതുപോലെ തന്നെ നമ്മൾ കൊച്ചനിയന്മാരും പള്ളിയിലത്തെ ആൾക്കാരെല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് അവരായിട്ടുള്ളൊരു വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ സന്തോഷമൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. സുഹൃത്തുക്കളെ, ഇതേ പള്ളിയിൽ നിന്ന് നമുക്കൊരു ആദരവൊക്കെ കിട്ടിയിട്ടാണ്. അപ്പോൾ വളരെ സന്തോഷം അല്ല. പിന്നെ കഴിഞ്ഞ വട്ടം ഇതുപോലെ ആദരവുകൾ കിട്ടപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ബോട്ട് അപകടമായിട്ട് ചെറിയൊരു ഇഞ്ചറി ആയിട്ട് വീട്ടിൽ കിടക്കുന്ന കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഈ കൊല്ലം അതിൻ്റെ ഇതൊക്കെ മാറി കാലും കൈയൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇക്കൊല്ലം എനിക്ക് സമാധാനമായിട്ട് എല്ലായിടത്തേക്കും പോകാൻ പറ്റി. കഴിഞ്ഞ വട്ടം എനിക്ക് പോകാൻ പറ്റിയില്ല, കാലിനെ ചെറിയൊരു പ്രശ്നം കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കത് പള്ളിയിൽ നിന്നുള്ള നല്ലൊരു ആദരവ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലത്തെയും ഒക്കെ കൂടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുക്കണം എനിക്ക്. ഇതേ ആദരവ് അതൊക്കെ ഭയങ്കര സന്തോഷാട്ടാ അല്ല. പിന്നെ അപ്പോൾ നമുക്ക് ട്രോഫിയിൽ എന്നൊക്കെ എൻ്റെ ഒരു ഫോട്ടോ വെച്ച് നെഹ്റു ട്രോഫി ജേതാക്കൾ പിന്നെ പള്ളിയുടെ പേര് ഇതൊക്കെ വെച്ചിട്ട് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നൊക്കെ നല്ല ഒരു ട്രോഫി ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കിട്ടിയത് നമ്മുടെ ബിയപുരത്തിൽ വലിച്ചിട്ട് കിട്ടിയ ട്രോഫി ഈ പ്രാവശ്യം വലിച്ച് കിട്ടിയത് ഇതൊക്കെ നമുക്ക് നെഹ്റു ട്രോഫി അടിച്ച് കിട്ടിയ കേട്ടോ. ഈ കഴിഞ്ഞ വട്ടത്തിൽ ഇതൊക്കെ. അതുപോലെ തന്നെ മുകളിലും ഉണ്ട് കിട്ടിയത് നമ്മുടെ PBCയുടെ വക നമുക്കൊരു അംഗീകാരം കിട്ടിയൊരു ചെറിയൊരു തുഴ അതിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് നമ്മുടെ ആൻറ്റീൻ്റെ വീട്ടിൽ പോയപ്പോൾ ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇത് നമുക്ക് പൊന്നാടൊക്കെ അണിയിച്ചിട്ടാണ് നമ്മുടെ നെഹ്റു ട്രോഫീനെ വരവേറ്റിട്ട് എനിക്ക് തന്നത്. ഇത് തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ നമ്മുടെ ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് ചെറിയൊരു വിരുന്നൊക്കെ കഴിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇനിയും എൻ്റെ നാട്ടിലേക്ക് നെഹ്റു ട്രോഫി കൊണ്ടുവരാൻ പറ്റട്ടെ. എൻ്റെ ഹാട്രിക്കാണ്, അവൾ കൊണ്ടുവരാൻ പറ്റുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരണമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് മുന്നേ ബൈ ബൈ.